ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ബന്ദി തോട്ടം കണ്ടോ? ബന്ദി എന്ന് പറയും, ചെണ്ടുമല്ലി എന്ന് പറയും അല്ലേ, ജമന്തി എന്ന് പറയാം. പലയിടത്തും പലതായിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ AJ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബന്ദി ഈ പരുവായി. മണ്ട എന്ന് നുള്ളിയൊന്നുമില്ല, ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ മണ്ട കുറച്ച് നുള്ളിയിട്ട് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരെയാവുകയോ, ചിലത് ഇല അഴുവി, ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇല അഴുവി പോകുന്നുവെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ നട്ടിരുന്നു. കഴിഞ്ഞ വർഷവും മണ്ടയൊന്നും നുള്ളിയൊന്നുമില്ല, ശരിക്കും പൂവുണ്ടായിരുന്നു, ശരിക്കും ശിഖരങ്ങളൊക്കെ ആയി. ഒത്തിരി ഈ പട്ടികളെ ശല്യമുണ്ട്, അതിനാണ് ഇതിപ്പോൾ കെട്ടിയത്. ഇതിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എടുത്ത് ചാടി കുറച്ച് തൈകളൊക്കെ ഒടിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഈ തരത്തിലായി. ഇതിപ്പോൾ 1 മാസമായി, 1 മാസമായ തൈയാണ്. ഒരു മാസമാകുമ്പോൾ ഇത്രയൊക്കെ വളർച്ച വരുള്ളൂ അല്ലേ. ഇപ്പോൾ ശിഖരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം മണ്ട കട്ട് ചെയ്തില്ലെങ്കിലും ശിഖരങ്ങൾ, നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇത് നോക്കി. അപ്പോൾ ഇതിനെ ഇനി മണ്ട എടുത്ത് കട്ട് ചെയ്ത് നട്ടാലും ഇതിൽ കൂടുതൽ ശിഖരങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് വേറൊരു തട്ടിങ്ങനെ ഓരോ തട്ടായിട്ടാണ് നമ്മൾ തട്ട് പിടിച്ച് ശിഖരങ്ങളൊക്കെ കണ്ടോ, ഒത്തിരി ശിഖരങ്ങളുണ്ട്. ഓരോ തൈക്ക് ശിഖരങ്ങൾ ആവശ്യത്തിനേറെ ഉണ്ട്. പിന്നെ അത് കട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇത്രയും പൊക്കമുണ്ട്, പൊങ്ങി. പിന്നെ അവസാനം അവിടെ കുറച്ച് വച്ചിരുന്നിട്ട് പിന്നെ അവസാനം നട്ടതാണ് അത് ചെറുതായിട്ട് നിൽക്കുന്നത് അവിടെ. ബാക്കിയെല്ലാം നല്ല വളർച്ചയുണ്ട്. ഇത് അത്ര പൊക്കം വയ്ക്കില്ല, പൊക്കം കുറവാണ്. ഇത് ഓറഞ്ചും മഞ്ഞയാണ്. കഴിഞ്ഞവണയും ഓറഞ്ച് കളറ് പൊക്കം കുറവായിരുന്നു, മഞ്ഞ നല്ല പൊക്കം വെച്ച്. പക്ഷെ പൂവ് നിറച്ച് വരുമ്പോൾ പിന്നെ മഴയൊക്കെ ആയി, മഴയത്ത് ഓടിഞ്ഞ് പൂവ് ഓടിയുമായിരുന്നു. അങ്ങനെ കമ്പ് വെച്ച് കെട്ടി നിർത്തുമായിരുന്നു. കണ്ട, ഇത്രയും ശിഖരങ്ങൾ പോരെ അല്ലേ. എല്ലായിടത്തും ഓരോ ഇതിലും പറയുന്നുണ്ട് ഇങ്ങനെ മണ്ട കട്ട് ചെയ്യണമെന്ന്. ശിഖരങ്ങൾ ആവശ്യത്തിലേറെ ശിഖരങ്ങൾ ആയി വരുന്നുണ്ട്. പിന്നെ മണ്ട കട്ട് ചെയ്ത് ഇനി അത് അഴുവി മഴയും കൂടെ ആയതുകൊണ്ട് മോൾ ഭാഗമേ തെളുത്ത് വന്നില്ലെങ്കിൽ അവിടെ വച്ച് വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ട്, മഴവെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവിടെ അഴുകിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തെടുത്ത് ഉണ്ടെന്ന് പറയുന്നു. അത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല. ഞങ്ങൾ 2 പേരും കൂടിയാണ് നടുന്നത്. നമ്മൾ നൈനാംകുണം 10ാം വാർഡിലെ സിന്ധു CDS മെമ്പറാണ്. അവളും സിന്ധുവും ഞാനും കൂടിയാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. കഴിഞ്ഞവണേ ഞങ്ങൾ വേറെ ഒരാളും ഞാനും കൂടി നട്ട്. 2 പേരും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാനും ഒരു ഒറ്റയ്ക്കാകുമ്പോൾ എന്നാലും കഴിഞ്ഞവണ ചെയ്തതുപോലെ ഒരു ഉത്സാഹം ഉണ്ട്. ഇപ്പോഴും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സ്ഥലം ഉള്ളതുകൊണ്ട് നടാനുള്ള സ്ഥലമുണ്ട്. കഴിഞ്ഞവണ ഇത് കണക്ക് ഇവിടെ തന്നെ നട്ടത്. ഇത് ശരിക്കും ഇതും ശിഖരങ്ങൾ ആവശ്യത്തിലേറെ ഉണ്ട്. അപ്പോൾ പിന്നെ കട്ട് ചെയ്യണ്ടല്ലോ അല്ലേ. ഇതൊക്കെ നല്ല ശിഖരങ്ങളുണ്ട്.
അപ്പോൾ ഇത് കണ്ടിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് കൊടുക്കണം. ഓക്കെ.